ആത്യന്തികമായിട്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഏകദേശം പൂർത്തീകരിക്കുന്ന തലത്തിലാണ് നമ്മുടെ അന്തിക്കാട് ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിലാദരണീയനായ മുൻ കൃഷി വകുപ്പ് മന്ത്രിയും ഇന്നിവിടെ ആരംഭിക്കുന്ന അന്തിക്കാട് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ചെയർമാനും അതിൻ്റെ എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട PS സുനിൽകുമാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് തുടർന്ന് ഇതിനകം യാത്രയാക്കിയിട്ടുള്ള സിനിമാ സംവിധായകൻ സത്യവതിരാജ്, ആദരണീയനായ നാട്ടി MLA ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മുരുകൻ, ജില്ലാ പഞ്ചായത്ത് പാർട്ടികളുടെയും കർഷക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കൾ, ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് മുതിരേണ്ട കാര്യമില്ല. ഇന്ന് വളരെ സന്തോഷകരവും അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരവുമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് നാളെയും മറ്റന്നാളും കൂട്ടിയ 3 ദിവസത്തിനുള്ളിൽ ഓണത്തിന് മുമ്പ് 2 റിലീസാണ് അന്തിക്കാട്. ഒന്നിപ്പോൾ ചക്കിലാക്കിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, മറ്റന്നാളാണെങ്കിൽ സത്യേട്ടൻ്റെ ഹൃദയപൂർവ്വം. 2 ബോക്സ് ഓഫീസ് വിജയമായിട്ട് എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. സന്തോഷം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷ പ്രാസംഗികനും ആമുഖത്തിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ വിധത്തിൽ അനുഭവിക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞാനെന്നുള്ളതുകൊണ്ട് വൈകിയതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഒരു വൈകലായി കണക്കുകൂട്ടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട PS സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട വൈഗ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കാർഷിക രംഗത്തെ ഒരു പുതിയ അനുഭവമായിരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കേരളത്തിലെ കർഷകരെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ എങ്ങനെ തൊടാൻ പറ്റും എന്ന് മലയാളികളോട് സംവദിക്കുകയും B2B മീറ്റുകളിലൂടെ കേരളത്തിലെ ആ സംരംഭകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ മുഴുവൻ ലോകത്തിൽ പരിചയപ്പെടുത്തുകയും കേരളത്തിൻ്റെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സന്തോഷപൂർവ്വം യാത്രയാക്കുകയും ചെയ്തത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന PS സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാണ്. വൈഗ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും വൈഗയുടെ ഭാഗമായിട്ടുള്ള പ്രദർശനത്തിലെ സംരംഭകത്വങ്ങളിൽ മഹാഭൂരിപക്ഷവും കേരളത്തിലെ തന്നെ ഉന്നതമായിട്ടുള്ള മാളുകളിലേക്ക് നേരിട്ടേറ്റെടുക്കുന്ന വിധത്തിൽ കേരളത്തിലെ സംരംഭകത്വങ്ങൾ മാറി. ആ ഒരു ഘട്ടത്തിലാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളിലൂടെ കർഷകർക്ക് തന്നെ നേരിട്ട് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 50 കമ്പനികൾ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ സർക്കാർ നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ജൈവമണ്ഡലത്തിനുള്ള അവാർഡിൽ ലഭ്യമായിട്ടുള്ള തുക മൂലധനമായി ഇറക്കി ഏതാണ്ട് 10-15 ലക്ഷം രൂപയാണെന്ന് നൽകിയതെന്നാണ് എൻ്റെ ധാരണ. ആ പണം മൂലധനമാക്കി കേരളത്തിലെ ഏറ്റുവാങ്ങുന്ന സംരംഭക കേന്ദ്രമാക്കി ഒക്കെ പ്രവർത്തിക്കാൻ അവസരമുണ്ട്. ഇവിടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് അന്തിക്കാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നത്. നാളികേരം ഏറ്റവും ശുദ്ധമായത്, ചക്കിലിട്ടാക്കിയത്, പിടിച്ചു നിർത്തേണ്ട വിലയ്ക്ക് കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇറക്കുക എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടിയാണ്. നാളികേരം ഇപ്പോൾ പഴയതുപോലെ ഉണ്ടാകുന്നില്ല. കേരഫെഡ് പോലും പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുക. വ്യക്തിപരമായിട്ട് എനിക്കറിയാം, ഞങ്ങൾ നേരത്തെ നല്ലതുപോലെ എല്ലാ മാസവും തെങ്ങ് കയറുന്ന ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. ദാസൻ മുകളിലിരുന്ന് 6 എന്ന് പറയുമ്പോൾ താഴത്ത് നിന്ന് 6 എന്ന് ബുക്കിൽ എഴുതി വയ്ക്കുന്നത് നിലത്ത് വീഴുന്ന നാളികേരം പറമ്പിൽ നിന്ന് തെറിച്ചു പോവുകയോ ആരെങ്കിലും മോഷ്ടിക്കുകയോ എന്ന് പേടിച്ചിട്ടല്ല, എത്ര തെങ്ങ് കയറി എന്നുള്ളതിനെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 97 മുതൽ 112 വരെയുള്ള തെങ്ങിൻ്റെ കണക്കെടുത്ത് എല്ലാ മാസവും കൊടുക്കുകയും ആ നാളികേരം വിറ്റതിൽ ഉപജീവനം നടത്തുകയും ചെയ്ത ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് ഞാനിന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണ്ടടിയും തെങ്ങൊഴിച്ചും പിന്നെ നോക്കാത്ത പ്രശ്നങ്ങളും ഒക്കെ കൂടി നാളികേരം പൊതുവിൽ കേരളത്തിൻ്റെ ഉൽപ്പാദനത്തിലെ വലിയ കുറവ് വളരെ ഗൗരവമായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെയർമാൻ അധ്യക്ഷൻ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നാളികേരം രൂപീകരിക്കുക, ശേഖരിക്കുക എന്ന് മാത്രമല്ല ആ തെങ്ങ് സമൂലം വൃത്തിയാക്കി അതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രോജക്റ്റ് തന്നെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രംഗത്ത് കർഷകരെ സഹായിക്കാൻ കൂടി വേണ്ടിയുള്ള നടപടിയാണ്. ഒരു
കമ്പനിക്ക് ഈ മണ്ഡലത്തിൽ തന്നെ മറ്റൊരിടത്ത് നൽകിയിട്ടുള്ളതും നല്ല റിസൾട്ടാണുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ മറ്റൊരുവിധമായിട്ടുള്ള റിസൾട്ടായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രാക്ടേഴ്സും അതിൻ്റെ വിപണന കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമെല്ലാം ഏറ്റവും ഹൈജീനിക്കായ നടപടികളാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ നാട്ടിൽ ആരംഭിക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിൽ ആരംഭിക്കുന്ന മഹനീയമായിട്ടുള്ള ഈ മുന്നേറ്റത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നൽകുകൊണ്ട് ഞാൻ ഇവിടെ അവസരം